നമ്മുടെ ജാതദോഷം എന്ന് പറയില്ലേ, നമ്മൾ ഈ ആരോപിതനാവുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സാവാതറിയാത്ത കാര്യങ്ങൾക്ക് എന്തൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പ്രണയത്തിന് പ്രായമില്ല, അത് ഏത് പ്രായത്തിലും നമ്മളെ പിടിക്കുന്ന ഒരു സാധനമാണ്. ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാവുന്ന ഒരു പ്രണയത്തിന് വേറൊരു പവർ തന്നെയാണ്. എൻ്റെ മോള് മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഞാൻ ആദ്യം കാണിച്ചു, ഫോണിൽ കുറച്ച് പോർഷൻ ഇങ്ങനെ കാണിച്ചത്. ഇപ്പം ദിസ് ഈസ് ക്യൂട്ട് ഉണ്ട്, ആഗ്രഹമുണ്ട്. അപ്പം അതിനിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വരുമ്പോഴേക്കും പ്ലേറ്റ് റിയൽ പ്ലേറ്റ് ആണ് വാച്ച് എന്ന് പറഞ്ഞിട്ട് പോയേക്കണത്. അത് കറക്റ്റായിട്ട് എന്നോട് നിങ്ങൾ വന്ന് പറഞ്ഞ കഥയുടെ സാധനം കറക്റ്റായിരിക്കണം. ഞാൻ കുറേ കാലത്തിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടതിന് ശേഷം ഭയങ്കര ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി പവിത എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ദിലീപേട്ടനല്ല എൻ്റെ മനസ്സിൽ വരുന്നത്, പവിയോട് ചോദിക്കാൻ കുറേ കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ പ്ലാൻ, കല്യാണമൊക്കെ കഴിഞ്ഞോ? ശരിക്കും ദിലീപേട്ടൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ദിലീപേട്ടൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്തായിരിക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ? എനിക്ക് പല സിനിമകളിലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇയാളിപ്പോൾ അവിടെ താമസിക്കുന്നത്, അതുവഴി പോകുമ്പോഴേ ഇപ്പൊ ഈ പുഴയും കിടന്ന സമയത്ത് ഗോപിനെ ഇയാള് അവിടെ എവിടെയോ ജീവിക്കുക, ആ ചെറുതുരുത്തി മറ്റേ ആ പരിസരങ്ങളൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന സമയത്ത് എന്തെങ്കിലും വേറെ ഒന്ന് രണ്ട് സിനിമയൊക്കെ പോയപ്പോൾ അവിടേക്ക് നമ്മൾ അറിയാതെ നോക്കി പോകാന്ന് അറിയില്ലേ. അതുപോലെ മീശ അതല്ല മങ്കര വീട് എന്നൊക്കെ പറയുമ്പോൾ രുക്മിണി മാധവൻ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് പല സിനിമകൾക്കും നമുക്ക് ഇയാളിപ്പോൾ അവിടെ ഉണ്ടാവാം ചോദിക്കുക. നമുക്ക് അതുപോലെ തന്നെ മൈ ബോസിലെ നമ്മൾ ബോൾഗട്ടി പാലസിൽ ചെല്ലുമ്പോഴേ അതായിരുന്നു വീട് ഷൂട്ട് ചെയ്ത് നമ്മൾ അവിടെയാണ്. അപ്പം നമുക്ക് തോന്നും ഇയാൾക്ക് ഇവിടെ അങ്ങനെയൊക്കെ തോന്നുന്ന ചില ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ തന്നെയാണ് ഈ Cloud9 എന്ന് പറയുമ്പോൾ. ഇനി ആ ഫ്ലാറ്റോ ഇയാൾ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രങ്ങളിലോ ഒന്നാണ് പവിത്രൻ. പവിത്രനെ അങ്ങനെ മറക്കാൻ പറ്റില്ല. പവിത്രൻ എല്ലാ ഇമോഷനിലും കൂടിയും പോകുന്ന ഒരാളാണ്. അയാൾ തമാശയും അയാളുടെ പൊട്ടത്തരങ്ങളും അയാളുടെ കുശുമ്പും അങ്ങനെയൊക്കെയുള്ള ഒരു റിയൽ മനുഷ്യൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരാൾ. അയാൾക്ക് ആരുമില്ല വേറെ സംസാരിക്കുന്നത്. അയാൾ കൂടപ്പറപ്പായിട്ട് ഒരു നായ, അതിനെ അയാൾ ബ്രോ എന്നാണ് വിളിക്കണത്. അതിനപ്പുറം വേറൊരു ഇതില്ല. ഇപ്പം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉദയനെ എന്നെ വിളിച്ചിട്ട് വായി നിങ്ങൾ ബ്രോ എന്ന് എന്നെ വിളിച്ചത് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഞാൻ പറയാ അങ്ങനെയല്ല, അത് സഹോദരന്റെ സ്ഥാനത്ത് അതിനെ കണ്ടിട്ടാണ് വായി ഇതൊക്കെ പറഞ്ഞിട്ട്. ഇനി ചിലപ്പോ അങ്ങനെ ട്രെൻഡ് ആവാൻ എല്ലാവരും ബ്രോ എന്ന് പലരും മെസ്സേജ് ഒക്കെ ഇല്ലേ, താങ്ക് യു ബ്രോ. ഇനി ചിലപ്പോ ബ്രോ വേണ്ട ബ്രദർ ബ്രോ. അത് ഈ മനഃപൂർവ്വം വിളിച്ചാണ് അതോ മറ്റേ പവിയിലെ ബ്രോയാണോട് അത് വിളിച്ചത്? അതങ്ങനെ ചർച്ച പറയാൻ സാധ്യതയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപേട്ടനിൽ നമ്മുടെ മലയാള സിനിമയിൽ അധികം കാണുന്ന ജഗദീശേട്ടൻ കഴിഞ്ഞാൽ ഞാൻ ആ സാധനം കൂടുതൽ കണ്ടിട്ടുള്ളത് ദിലീപേട്ടനാണ്. ഈ ഫ്ലെക്സിബിൾ ആക്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവനായിട്ട് എടുത്തങ്ങ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സാധനം. ഈ ശരിക്കും അങ്ങനെ ഒരു ടാലന്റ് ദിലീപേട്ടൻ ഉണ്ട് എന്ന് തോന്നിയത് ഏത് നിമിഷത്തിലായിരുന്നു ഈ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ? അത് ഒരുപാട് സിനിമകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ സിനിമയിൽ ആ കഥാപാത്രം എന്തൊക്കെ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള എന്നീന്ന് എൻ്റെ ചേഷ്ടകളോ എൻ്റെ ഇരിപ്പോ നിൽപ്പോ നടത്തോ ഒക്കെ എന്ത് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം. കാരണം ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്യും, ചിലപ്പോൾ റിയൽ ഞാനത് ചെയ്യണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അത് ട്രൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഒരു 3 ദിവസം എടുത്തിട്ടാണ് ആ അടുക്കള സീൻ ചെയ്തു മരപ്പട്ടിയായിട്ടുള്ള ഒരു സീൻ. ശരിക്കും VFX ആണ് അത്. ശരിക്കും നമ്മൾ ആദ്യമേ തന്നെ വിനീതായിട്ട് സംസാരിച്ചു. ഇവരാദ്യം ഇത്ര സമയം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വിനീത, അത് 3 ദിവസം അത് മനസ്സിൽ കണ്ടോ. മാത്രമല്ല അത് സെറ്റ് ചെയ്തു, ഫ്ലാറ്റ് സെപ്പറേറ്റ് നമ്മൾ സെറ്റ് ചെയ്യണതാണ് നല്ലത്. കാരണം ഇത് അങ്ങനത്തെ ഒരു കളി ഉണ്ട് ഇതിനകത്ത്. കാരണം നമ്മളിതിൻ്റെ പല പല വേർഷനിലുള്ള സാധനങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. പല സിനിമകളിലും സ്ലാപ്സ്റ്റിക്ക് പലതരത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം വരുന്നത് അല്ലേ അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ പറക്കുന്നവരുടെ സമയത്ത് ഗ്രാഫിക്സ് അങ്ങനെ ഇല്ല സത്യസന്ധമായി പറഞ്ഞാൽ.
CAD മൂസ ചെയ്യുമ്പോൾ അപ്പൊ ഗ്രാഫിക്സ് ആ പഴമെറിയുന്ന എല്ലാം റിയൽ പ്ലേറ്റ് വെച്ചിട്ട് തന്നെ അവള് ആ റിയൽ പ്ലേറ്റ് ആ കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ അത് ആ പഴം ഇങ്ങനെ കട്ട് ചെയ്ത് ആ കറക്റ്റ് ഇതിലിരിക്കുന്ന സമയത്ത് ആ വരുമ്പോഴേക്കും പ്ലേറ്റ് റിയൽ പ്ലേറ്റ് ആണ് വാച്ച് എന്ന് പറഞ്ഞിട്ട് പോയേക്കണം അതൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്തേക്കണേ ഗ്രാഫിക്സ് കട്ടിങ് ഒന്നും അല്ലാതെ ഓക്കെ. അതില് അന്നൊക്കെ കൂടുതൽ ഒപ്റ്റിക്കൽ ഇതിൽ കുറെ റേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പൊ അത് നിങ്ങൾ അത്രയും അതെനിക്ക് സത്യം പറഞ്ഞ അത്ഭുതമായിരുന്നു. ഇപ്പൊ നമ്മള് CAD മൂസ ചെയ്യുന്ന സമയത്തും ഈ നമ്മള് റോപ്പിൽ കെട്ടി പൊക്കിയിട്ടാണ് തലക്കടിക്കണൊക്കെ. ഒപ്റ്റിക്കലിലാണ് നമ്മൾ ഈ നക്ഷത്രം ഇതാവുന്നതും വരുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നതാണ്, ഇപ്പം ഈ പറഞ്ഞ പോലെ ആ സാധനം അവിടെ ഇല്ല, അതുണ്ടെന്ന് നമ്മൾ മനസ്സിൽ കാണണം. അതെ, അവനുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് എൻ്റെ പ്ലേ മുഴുവൻ. ശരിക്കും VFX ചെയ്ത് വന്നപ്പോൾ മനസ്സിൽ കണ്ട അതേ രൂപമായിരുന്നു. കാരണം അവരും ഭയങ്കരമായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. നമുക്കെന്ന് വെച്ചാൽ അതിനൊരു ഫ്രീഡം തന്നു. കാരണം നമ്മുടെ മനസ്സിലാണല്ലോ ഇവനുള്ളത് കൂടുതലും. അപ്പൊ ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാനും ഒക്കെ ഉള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആ പിള്ളേര്. തൗഫീഖിൻ്റെ ഒരു ടീമാണ് അത് വർക്ക് ചെയ്തത്. നല്ല രസമായിട്ട് അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അവർ 100% സിൻസിയറായിട്ട് അത് ചെയ്തു തന്നു. എനിക്ക് എൻ്റെ ഫുൾ ഇതാണ് സ്ക്രീനിൽ കണ്ടപ്പോൾ വർക്കായി. കരളച്ചൻ്റെയിൽ ഞാൻ അത് വലിയ താങ്ക്സ് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയൊക്കെ വീക്കായാലുണ്ടല്ലോ അവരോട് ഭയങ്കര വിഷമമായി പോകും. അത്ര എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ഏരിയ വർക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേര് എനിക്ക് ആദ്യം അതിനെ ഇഷ്ടമാവും, കുട്ടികൾക്ക് അത് ഇഷ്ടമാവും തോന്നിയത് ഞാൻ എൻ്റെ മോള് മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഞാൻ ആദ്യം കാണിച്ചു. ഫോണിൽ കുറച്ച് പോർഷൻ ഇങ്ങനെ കാണിച്ചത്. ഇപ്പം ദിസ് ഈസ് ക്യൂട്ട്. അപ്പം ഞാൻ പറഞ്ഞു മോക്ക് വളർത്താൻ വേണം, കാണാനൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. കാരണം പല ആൾക്കാരും മരപ്പട്ടീനെ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കറിയാം വീടുകളിൽ ചില സമയത്ത് പറയുന്ന ഒരു സാധനമുണ്ട്. വംശനാശം ഒന്നുമല്ല, പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കാരണം ഈ ഞങ്ങൾ അത് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കും കേട്ടറിവ് കാര്യങ്ങളുള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഇതിന്റെ വേഗത എന്തായിരിക്കും, ഇതിന്റെ നടത്തം എന്തായിരിക്കും, ഇത് കറക്റ്റ് എങ്ങനെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതൽ 2-3 ഡ്രൈവർമാരുടെ റൂമിൽ ഇത് കയറി എന്ന് പറഞ്ഞാൽ അവന്മാർ ഇതിന്റെ ഫോട്ടോ എടുത്ത് അവന്മാര് ഒരു സ്ഥലത്ത് നമ്മുടെ മുമ്പിൽ ഈ സാധനം വന്ന് വീണിട്ട് അതിനെ വേറെ ആൾക്കാർ ഒരു മറ്റേ ഫോറസ്റ്റിന്റെ ആൾക്കാരെ വെച്ച് അവരതിനെ പിടിച്ച് കൂട്ടിൽ വെച്ച് അതിനെ കാണിച്ചു തന്നു. അപ്പൊ ഇതിന്റെ രീതികൾ നമ്മളിങ്ങനെ കാണുക എന്ന് പറയില്ലേ, അത് നമ്മൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കുറേ ഈസിയായി. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളൊരു സാധനം എന്താണെന്ന് അറിയാൻ പാടാത്തൊരു സാധനത്തിന് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാനെ പോലെ നടത്തത്തിൽ അണ്ണാനെ പോലെ ഇങ്ങനെയല്ല, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ മൂവ്മെന്റ്സ് കാണിച്ചു തരികയാണ് ദൈവം എന്ന് പറയുന്നത്. ഈ സാധനം മുമ്പിൽ ഒന്ന് വീഴുകയാണ് അവിടെ. അതിന്റെ എഫക്റ്റും ആ സിനിമയിൽ ഈ ഞാനിപ്പോ ഇതിന്റെ ബാക്കിൽ ദിലീപേട്ടൻ എടുത്തൊരു എഫേർട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടേ പറയാം. ഈ ദിലീപേട്ടൻ ഞാൻ ചെയ്ത ഇന്ന് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സൂപ്പർ ഹിറ്റുകളുടെയും പിന്നില് ശരിക്കും ദിലീപേട്ടൻ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടായിരുന്നു ഓരോ സിനിമകൾ പോലും. ഏത് സിനിമ എടുത്താലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കുക, ഇങ്ങനൊരു ത്രെഡ് പറയുക, കഥ ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ പിന്നിൽ ഓരോ എഴുതി തീരുമ്പോഴും ആ സീൻ വായിക്കുക, അതിന്റെ മ്യൂസിക്കിന്റെ പുറകിൽ പോവുക. ഒരു സംവിധായകൻ എടുക്കുന്നതിനേക്കാളും എഫേർട്ട് ദിലീപേട്ടൻ എടുക്കാൻ ഇപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്താറില്ല ശരിക്കും. ഉണ്ട്. ഞാൻ വെച്ചിട്ടില്ല എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ആ ഫ്രീഡം തരാറുണ്ട്. പിന്നെ ഞാൻ അവരുടെ ഫ്രീഡത്തിൻ്റെ അവരുടെ പവറിൻ്റെ മേളിൽ പോയിട്ട് ഞാൻ ഇടപെടാറേ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എൻ്റെ ചോദ്യങ്ങളുണ്ട്, അതിന് അവർ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന ജോലി ചെയ്യുക, സുഖമായിട്ടിരിക്കുക. കാരണം അത് അവർ പെർഫെക്റ്റ് ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഒരു സിനിമ വരുമ്പോൾ ഞാനും കൂടി അതിൻ്റെ പാർട്ടാണ്. അപ്പം അത് ഏത് സംഭവത്തിലാണെങ്കിലും നമ്മൾ മാക്സിമം അതിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ വരികയാണെങ്കിൽ ഏത് സിനിമ വരികയാണെങ്കിൽ അവർ എന്തൊക്കെ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഞാൻ പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റുള്ള എല്ലാവരും ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയുടെ തിരക്കിലേക്ക് പോകും. ചില സമയത്തൊന്ന് വേറെ പ്രോജക്റ്റിൽ നിന്ന് അവർക്ക് ഡേറ്റ് പ്രോബ്ലം കാരണം പ്രൊമോഷന് വരാൻ പറ്റാറില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സിനിമ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ. അത് എൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടല്ല, ഏത് സിനിമേനെയും നമ്മൾ കഴിയുന്നതും മാക്സിമം അതിനു വേണ്ടി നിൽക്കാറുണ്ട്, ആ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ സിനിമയെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഒഴിഞ്ഞു വെച്ചിട്ടും ഈ ചില കാര്യങ്ങൾ ആളുകൾ അവിടെ ഇവിടെയൊക്കെ വന്ന് പറയുമ്പോൾ
ദിലീപേട്ടൻ എന്താ ശരിക്കും തോന്നാറുള്ളത്? അത് നമ്മുടെ ജാതദോഷം എന്ന് പറയില്ലേ, നമ്മൾ ഈ ആരോപിതനാവുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് എന്തൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. സിനിമയിൽ തന്നെ പറയാറുണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ തന്നെ ഇപ്പം എന്നെ കൂടുതൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. ചില ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ എല്ലാത്തിലും കൈയിട്ട് വാരി അത് നശിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എന്താ ആവശ്യപ്പെടുന്നു അത് കറക്റ്റായിട്ട് എന്നോട് നിങ്ങൾ വന്ന് പറഞ്ഞ കഥയുടെ സാധനം കറക്റ്റായിരിക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നോ, അത് വേണം. എൻ്റെ ചോദ്യം പറച്ചിലൊക്കെ അതൊക്കെ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെ എനിക്ക് ഏത് പാതിരാത്രി വിളിച്ചാലും അയ്യോ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളല്ല. എന്നെ എന്ത് വർക്കിന് ഏതൊരു ടെക്നീഷ്യൻ വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. കാരണം ഞാൻ ബേസിക്കലി ഞാൻ ടെക്നീഷ്യൻ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ഞാനൊരു ആക്ടറാണ് എന്നുള്ള ഫീലൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വർഗബോധം എന്ന് പറയുന്നത് കൂടുതലും ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെ അന്ന് ഇന്ന് എന്നും സുഹൃത്തുക്കളും ഒക്കെ തന്നെ. ഇപ്പം ഞാൻ ചിലപ്പോൾ അസിസ്റ്റൻ്റ് ആക്ടേഴ്സിൻ്റെ മെക്കെട്ട് കയറുമോ അവരോട്, പക്ഷെ അത് എൻ്റെ ഇതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ ആൾക്കാരാന്നുള്ളതാണ്. കാരണം ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു, അവരെൻ്റെ കൊളീഗ്സാണ്. അവർ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവകാശത്തിലാണ് ഞാൻ സംസാരിക്കാറ്. അത് ചിലപ്പോൾ സമയത്ത് അത് കഴിഞ്ഞിട്ട് മോനെ ഞാൻ അപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞ കേട്ടോ, സോറി കേട്ടോ. കാരണം അവനെ ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്. എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആൾക്കാരെല്ലാം അതേ മനസ്സോടെ ജോലി ചെയ്താലേ ഞാൻ ചെയ്യുന്നതിന് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അതിൽ ഒരാൾ ഉഴപ്പിക്കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. മൊത്തം സിസ്റ്റം മുഴുവൻ അത് കൊള്ളാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്ത് നോക്കുമ്പോൾ പിൻ ഡ്രോപ്സ് അല്ല, ആ സമയത്ത് അവിടെ നിന്നോണ്ട് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കാണിക്കുമ്പോൾ എൻ്റെ കണ്ണുമറ്റത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കോൺസെൻട്രേഷനെ അത് ബാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ നിന്ന് അത് ഇതിലാണെങ്കിലും ഞാനത് അറിയാണ്ട് കാണുന്നുണ്ട്. ഞാൻ പറയും എല്ലാവരും ഒന്ന് ഇതായിരിക്കണേ, ഇതിൽ ശ്രദ്ധിക്കണം. കാരണം ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് ഏതൊരു കലാകാരനും കലാകാരിയും പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. ചില ആൾക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇപ്പം നമ്മളിങ്ങനെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഞാൻ ഈ ക്യാമറ നോക്കി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ശക്തമായിട്ട് എന്നെ നോക്കുന്നത് ചിലപ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാവും. അപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾക്കാരെ മാറ്റേണ്ടി വരും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഭയങ്കര, പക്ഷേ നിങ്ങൾ നീങ്ങി നിൽക്കൂ, നമ്മൾ കോൺഷ്യസ് ആവും. ഒരാളുടെ സ്റ്റെയർ ചെയ്യുന്നു അങ്ങനെ ഒരു അത് ഭയങ്കര കുഴപ്പമാവും. ചില ആൾക്കാർക്ക് ആ നോട്ടം താങ്ങാൻ പറ്റൂല. ഈ നമ്മൾ പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഉണ്ടോ ആ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴുന്നൊരു സീനുണ്ട്, ഓടിക്കയറി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ശരീരം നോക്കാത്ത ഒരാളാണ്. പണ്ട് പറയും ഏത് ക്യാരക്ടർ പിടിച്ചു അതെല്ലാം ഞാൻ എപ്പോഴും പറയും ഫസ്റ്റ് ടേക്ക് ഉള്ളൂ കേട്ടോ എന്ന് പറയും. ഫസ്റ്റ് ടേക്കിൽ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് അറിയില്ല നമുക്ക് എന്താ സംഭവിക്കാൻ പോണേ. കാരണം രണ്ടാമത് വരുമ്പോൾ ബോഡി വലിയാൻ തുടങ്ങും. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞു, അതിന് പെയിൻ കിട്ടി, വീണതിന് നല്ല വേദന കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്കും അറിഞ്ഞൂടെ എന്താ സംഭവിക്കാൻ പാടുന്നത്. പക്ഷേ ഫൈറ്റ് എടുക്കുമ്പോഴുള്ള വീഴ്ചയാണെങ്കിലും എന്ത് വീഴ്ചയാണ്, സ്ലാബ് സ്റ്റിക്കിൻ്റെ വീഴ്ചയാണെങ്കിലും ഞാൻ പറയും എങ്ങനെയും ഒറ്റ ടേക്കിൽ എനിക്കും അറിഞ്ഞൂടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എവിടെ വീഴും അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇത്രയൊക്കെ അളവ് വെച്ചോ, ഇവിടെയൊക്കെ സംഭവിച്ചേക്കാം, എന്താ സംഭവിക്കണമെന്ന് എനിക്ക് അറിയ പോലുമില്ല. ഇപ്പം പണ്ട് ബോഡി ഗാർഡ് ചെയ്യുന്ന സമയത്ത് ഞാനും നയനും കൂടി ഉള്ളൊരു സീനുണ്ട്. അതിന് നയനോട് ആ കുട്ടീനെ ഞാൻ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പാർക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു സിബിൻ്റെ ബെഞ്ചിൽ തട്ടിയിട്ട് ഇയാൾ വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ സിദ്ദിഖ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോണ സമയത്ത് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി, കാരണം ഇയാളുടെ ഒരു ലക്ഷണക്കേട് ഉണ്ടല്ലോ, അല്ല ഇയാൾ സിൻസിയറാണ്. അവക്കറിയാം അവിടെ ആളില്ലെന്നും അവൾ ഇവിടെയാണ് നിൽക്കുന്നതെന്നും എന്നൊക്കെ ആ ക്യാരക്ടറിനെ അറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ട് ആ ഒരു ഇതിൽ ഭയങ്കര കാണാൻ പോകുന്ന ഒരു ആവേശത്തിൽ നടക്കുമ്പോഴേക്കും ഇയാളുടെ ഇത് പോയി എന്നുള്ള. അപ്പം ഷോട്ടിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു, ഇതിൽ വീഴുന്നു. പക്ഷെ വീഴെന്ന് വെച്ചാൽ സിദ്ദിഖ് പോലും ചിന്തിച്ചില്ല ആ ഹൈറ്റിലേക്കും കാല് പൊങ്ങി അത് വേറെ ലെവലിൽ പോകുന്നു. സിദ്ദിഖ് കഴിഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു. അപ്പം നയനും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ അപ്പം എൻ്റെ ഒരു അളവ് കുറച്ച് കൂടി പോയി, മനസ്സിലായില്ല. അപ്പോഴേ കട്ട് 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 എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മേ, കാരണം ഈ ഇത് രണ്ടാമത് വീഴെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ദൈവമേ ഇനി ഇത് ഞാൻ വീഴൂ എനിക്കറിയില്ല. ടെൻഷനായി തുടങ്ങി. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും കുമാർ സാർ അയ്യോ അതൊന്നും കൂടി എടുത്താൽ നമ്മൾ സാർ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോഴേക്കും നയൻ ഇങ്ങോട്ട് എത്തുകയും ചെയ്തു ഞാൻ വീണുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷെ സിനിമയിൽ ആ ഷോട്ടാ വെച്ച അതിൽ നയൻ്റെ ഒരു ക്ലോസ് ആണെന്ന് തോന്നുന്നു, എന്തോ വർക്ക് ചെയ്തിട്ട്
ശരിക്കും പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഷോട്ട് തന്നെയാണ്, ആ ഫസ്റ്റ് ടേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ റിയാലിറ്റി കിട്ടാൻ ഈ സാധനങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്ന ആരെയാണ്? ഈ ഫ്ലെക്സിബിൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇതുവരെ ലൈഫിൽ സിനിമകൾ ചെയ്തതല്ലേ? ബെസ്റ്റ് എടുത്തു പറയാനില്ലല്ലോ, അമ്പിളിച്ചേട്ടൻ തന്നെയല്ലേ. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിലൊക്കെ വീഴുന്ന വീഴ്ചകളും രീതികളും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പിന്നെ അതുപോലെ ഞാൻ കണ്ടേക്കണ നിന്ന നിപ്പിൽ വീഴുകയും മറിയൊക്കെ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടേക്കണേ. ഇപ്പം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മടി പിടിക്കുമെന്ന് അറിയില്ല, പക്ഷെ സിദ്ദിഖ ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും ഇതായിട്ടുള്ള പല പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ വീഴ്ചകളൊക്കെ. ഇപ്പം ഞാൻ ത്രീമൻ ആർമിയിൽ ആലഞ്ചേരി തമ്പറാക്കളിലൊരു വീഴ്ച വീഴുന്നുണ്ട്, നിന്ന നിപ്പിൽ മുഖടിച്ചിട്ട് എങ്ങും കൈകുത്തല്ല, നേരെ വന്നിട്ടല്ലേ മുഖടിച്ച് വീഴുന്നത്. അതുപോലെ ഞാൻ കണ്ടേക്കണ ഏറ്റവും സ്ലാപ്സ്റ്റിക്കിൽ വീഴും കാര്യങ്ങൾ ചെയ്യണ ചേട്ടൻ തന്നെയാ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തെ? 100% നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നില്ല. ശരിക്കും എനിക്ക് ഈ സിനിമയിൽ എവിടെയൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റോള് ചിലപ്പോൾ അദ്ദേഹത്തിന് പോയേനെന്ന് പറയുന്നത് 100%. ഞാൻ അഭിനയിച്ച മിക്ക സിനിമകളിലും അതുണ്ടാവും, അദ്ദേഹം ഉണ്ടാവും. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇതിൽ എടുത്തു പറയുന്ന പ്രേക്ഷകർ പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ സീൻസ് വളരെ ഒതുക്കത്തോടെ ഭംഗിയായിട്ട് ഇത് ഞാൻ കണ്ടതുകൊണ്ടുകൂടെ പറയാം, നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ പവിയെ കറക്റ്റ് ഞാൻ കിട്ടിയപ്പോഴാണെന്നറിയോ, ഇതൊരു സിനിമ കാണുമ്പോൾ മനസ്സിലായി മുണ്ടൂരമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതാ പക്ഷെ എൻ്റെ മനസ്സിൽ രൂപമുണ്ട് പുള്ളിക്കാരി, പക്ഷെ ആരാന്ന് നമുക്ക് അറിയില്ല. പാലക്കാടുള്ള ഒരു അമ്മ, പ്രായമായതമ്മ, പുള്ളിക്കാരി മറ്റേ ഇടിയും മിന്നലും ഉണ്ടോ എന്ന് വിളിച്ച് ചീത്ത വിളിച്ചിട്ട് അത് വിളിച്ചു കഴിഞ്ഞിട്ട് അമ്മേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാധനം. അതേ ഉള്ളൂ. ഈ പല ഇമോഷൻസ് ആയി ക്യാരക്ടറിലൂടെ കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോഷൻ ഏതായിരുന്നു ഈ പവിയിൽ? അല്ല, ഇയാൾ കുറെ സഹിച്ചുകൊണ്ട് കിടക്കുന്നത്, ഇയാൾ ഭയങ്കര ശുദ്ധനായിട്ട് എനിക്ക് തോന്നിയത് പവിത്രൻ്റെ. അപ്പൊ വിനീത് എന്നെ കളിയാക്കും. അപ്പൊ ഞാൻ ചില സമയത്ത് ഇയാള് ഒരാവശ്യമില്ലാണ്ട് ഒരു പെൺകുട്ടി ഒരു പയ്യനും കൂടി ആ ഫ്ലാറ്റിലേക്ക് പോയി, ഇയാൾ വേഗം അതിന്റെ പുറകെ ഇങ്ങനെ പോവുക. ഇയാൾക്ക് എന്തിന്റെ കേടാണ്? നമ്മളിത് കാണുമ്പോൾ ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണ്? നമ്മളിത് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോണിറ്ററിൽ നോക്കിയിട്ട് പറയും, ഞാൻ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ വിനീത് ചെന്നേട്ടാ ഇയാൾക്ക് എന്തിന്റെ കേടാണ്, ഈ കൊല്ലം ഈ ഏതിന്റെ പുറകെ പോണ്ടൊക്കെ. അപ്പൊ നമ്മളത് ഇയാളിങ്ങനെയാണ്, ഇയാളെ മോൾഡ് ചെയ്യാന്ന് പറയില്ലേ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളുടെ മനസ്സ് ജോണിയോട് തുറക്കുന്നു. ഇയാളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണ്, ഇയാൾ ആ ഒരു ഫീലുകൾ, അതൊക്കെ നമുക്ക് ഒരു ഒറ്റ ടേക്കിലോ ഒക്കെ ആയ സാധനങ്ങളാണ്. അതാ വിനീതൊക്കെ കൈയടിച്ചപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്താ ചെയ്യണേ. നമ്മളൊരു ഫീൽഡിൽ നമ്മളങ്ങോട്ട് പെർഫോം ചെയ്തതാണല്ലേ. സത്യം, പവീനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ചെയ്തതാണ്. അയാൾ എല്ലാത്തിലും അയാൾ പോയിട്ട്, ചില ആൾക്കാരില്ലേ ഇല്ല കുഴപ്പമില്ല ഞാൻ അവിടെ നിന്നോളാം, കുഴപ്പമില്ല അയ്യോ ഞാൻ ഇവിടെ നിന്നോളാം, ഇങ്ങനെ പറഞ്ഞ് പോയിട്ട് ഇയാള് ഞാൻ ആർക്കും ഒരു ശല്യാവില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് അവിടെയുള്ള ചില്ലൽമാരി ഇയാൾ തള്ളിയിട്ട് ബാക്കിലേക്ക് പോയി എന്നിട്ട് കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞു ആ ചില്ലൽമാരിയും പൊട്ടി അവിടെ ആകെ കുളമായി എന്ന് പറയുന്ന പോലത്തെ ഒരുത്തൻ എന്ന് അല്ലേ. ഇതൊക്കെ പറഞ്ഞ് ഒരു ആവശ്യമില്ല, അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതിലിടിഞ്ഞൊടിഞ്ഞു ഒരു ആവശ്യമില്ല. കുഴപ്പങ്ങളെ ജീവിതത്തിൽ മണ്ടത്തരങ്ങളും കുഴപ്പങ്ങളായിട്ട് പോകും. പുള്ളിയുടെ ജാതകത്തിലുള്ളതാണ് ഈ പ്രശ്നങ്ങൾ പറയുന്ന രീതിയിൽ അയാൾക്ക് അയാളുടെ സങ്കടങ്ങളുണ്ട്. അയാൾക്ക് ഒരു രക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് അയാൾ പലതും ജീവിതത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സാധനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് 100% ബോധ്യമായപ്പോൾ ഉള്ളതിനെ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് ഏൽപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ അയാളുടെ നന്മയാണ്. കാരണം ഇനി അങ്ങോട്ട് എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അയാളുടെ. ഉള്ള സമ്പാദ്യങ്ങളെല്ലാം കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എൻജോയ് ചെയ്തല്ലോ ഒന്നാണ് കേശു. അയാളും ഇതുപോലത്തെ വേറൊരു മൂഡാണ്, വേറൊരുത്തൻ. പുള്ളിയുടേതായ ഒരു ലോകമാണ്. പുള്ളി ഒരു കാര്യം നമ്മുടെയൊക്കെ ലൈഫിലുള്ളത്. ഇപ്പൊ നമുക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അറിയാതെ നമ്മൾ എഴുന്നേക്കും. എന്നിട്ട് ഒരു ആവശ്യം ചിലപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും അവർക്ക് തോന്നുന്നു നമ്മളെന്തോ കള്ളത്തരത്തിൻ്റെ അല്ല, നമ്മൾ അറിയുന്നില്ല ഇത്. അതിൽ ഇൻവോൾവ് ആയാൽ പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് അവിടെ പോയി നിന്ന്. അതാണ് അയാള് ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ നിന്ന അയാള് ഫോൺ വന്നപ്പോൾ അതിൻ്റെ ഇതിനകത്ത് സോപ്പും തേച്ചിട്ട് നടന്നു പോകണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു, എങ്ങനെയാണ് ഇതൊരു എങ്ങനെ ആ പഴനി കൂടിയാണ് നടക്കണതേ, ഒരു ഗ്രാഫിക്സും അല്ല, ഗ്രീൻ മാറ്റിലും അല്ല, റിയൽ മറ്റേ സ്ട്രീറ്റ് കൂടിയേ പോകണം. നമ്മള്
അവിടെയൊക്കെ പോകുമ്പോൾ ആ സ്ട്രീറ്റിൽ കൂടി നമ്മൾ തൊഴുകാനൊക്കെ പോയിട്ടുള്ളതല്ലേ നമ്മൾ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പലർക്കും അറിയില്ലല്ലോ ഞാനാണ് ആ പോണേന്ന്. എന്നെ സംബന്ധിച്ച് ഒരു കവചമുണ്ട് എനിക്ക്. കേശു എന്ന് പറഞ്ഞ അയാളുടെ മേക്കപ്പും അയാളുടെ രീതികളും ആ പല്ലും കണ്ണടയും ആ രീതിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന ആൾക്കാർ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്നെ ഭയങ്കര ചിരിയാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മോണിറ്റർ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഇയാളുടെയൊക്കെ, ഇയാൾക്ക് അവിടെ നിന്നാൽ പോരെ. നമ്മൾ ഈ കഥാപാത്രത്തിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നത് രസകരമായ. ഇതിലെപ്പോഴാണ് ഈ ഷിഫ്റ്റ് ആവുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേശു എന്ന് പറയുന്ന ഒരാൾ നടന്നു പോയി തിരിച്ച് ഈ മോണിറ്റർ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇയാൾക്ക് എന്തിനൊക്കെയാണ്, ഇതെപ്പോഴാണ് ഈ ക്യാരക്ടർ ഇത് വിട്ടുപോകുന്നത്? നമ്മൾ ആ കട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ അല്ലേ. ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് തോന്നിയാസവും നമ്മൾ ചെയ്യാൻ നിൽക്കും. അതല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കൊള്ളൂ. അങ്ങനെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയിൽ അഭിനയിക്കാൻ മാത്രമാണ്. ഒരു ബർത്ത്ഡേ വിഷ് എടുക്കാൻ ഈ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തന്നെ ഞാൻ ടെൻഷനിലാവും. കാരണം ദൈവമേ ഇത് കുഴപ്പമാവോ, ഇത് അങ്ങനെയാവോ ഇങ്ങനെയാവോ. മറ്റെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. ഒരു കഥാപാത്രം ആയിക്കഴിഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ വഴിക്ക് ഏത് വഴിക്ക് നമുക്ക് പോവാം. മറ്റേ പറഞ്ഞ് നമ്മൾ ഡീസൻ്റ് ആവോ, മുടി അങ്ങനെയാണോ ഇതിങ്ങനെയാണോ, നമ്മൾ ഇരുന്ന് ശരിയായോ, വയറ് ചാടിയോ, അങ്ങനെ കുറേ ചിന്തകൾ ഉണ്ടാവാം. ദിലീപേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരുപാട് കോൺഷ്യസ് ആണ്. അപ്പോൾ ടോട്ടലി മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ചെറിയ കാര്യങ്ങൾ കോൺഷ്യസ് ഒന്നുമല്ലേ. ഞാൻ വെച്ചാൽ ഏറ്റവും അലസം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുണ്ടും ഷർട്ടും ഇട്ട് നടക്കാനാണ്. അപ്പോൾ ചില സമയത്ത് വൃത്തിയിൽ പോവും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഓരോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ടാവരുത്, അല്ലോ ഇനി ഞാൻ കാരണം ഒരു പ്രശ്നമാവരുത്, അല്ലെങ്കിൽ ഞാൻ കാരണം വേറെ ആൾക്ക് പ്രശ്നമാവരുതെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ഞാൻ കാരണം വേറെ ആൾക്ക് ഹേർട്ടാവരുത്. ഞാൻ ഒരാൾക്ക് വിഷമമുണ്ടെങ്കിലും ഞാൻ കൊച്ചു കുഞ്ഞാണെങ്കിലും പോയി സോറി പറയുന്ന ഒരാളാണ്. എനിക്കല്ലാണ്ട് വേറെ ഈഗോ പ്രോബ്ലം ഒന്നും അതൊക്കെ എന്നിൽ ഞാൻ കാണുന്നൊരു ഗുണമായിട്ട് എനിക്ക് പല ആൾക്കാരും പറയും. ഇപ്പോൾ ഒരാൾ എന്നോട് വളരെ മോശമായി പെരുമാറും, ഞാൻ വളരെ ഓപ്പണായിട്ട് അയാളോട് സംസാരിക്കാറുള്ളത്. അല്ലാണ്ട് ഇവനെന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടൊക്കെ അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയൊക്കെ ഉണ്ട് തുടക്കകാലത്ത്. പക്ഷെ പിന്നെ ഞാൻ എന്തിനത്, അത് അയാളുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. ആ നെഗറ്റിവിറ്റി ഞാനെതിനെ കൊണ്ടു നടക്കണം. മനസ്സിലായി. പിന്നെ എന്തിനാ ഈ പറഞ്ഞ പോലെ ആളുകൾ എന്തിനാണ് ദിലീപേട്ടനെ ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ഇത്ര അടിച്ചു കൂട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആരോ പറയുന്ന സാധനം, നമ്മൾ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്ര താഴെയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അവർ കാണുള്ളൂ. നമുക്ക് ഇവൻ ഭയങ്കര സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര തെറ്റപ്പാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ അറിയാതെ ഇവരുടെ ഒപ്പം വരുമ്പോഴാണ് ഇങ്ങനെ നോക്കുമ്പോഴാണ് കാരണം ഈ നോട്ടം പിന്നെ എങ്ങനെ ഇവൻ എൻ്റെ ഒപ്പം എത്തി ഇവൻ എന്ന് പറയുന്നൊരു വിഷയം. അതോടുകൂടി നമ്മുടെ ശനിദശ ആരംഭിക്കാന്ന് പറയില്ലേ, പിന്നെ അറ്റാക്ക് തുടങ്ങലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇരിക്കുന്ന ആളുടെക്കാളും മേളിൽ പോകണം. അപ്പൊ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ, പിന്നെ അത് വേറെ എന്ന് പറയുന്നത്. ഞാൻ ഒരാളുടെ ഏതോ ഒരു മോട്ടിവേഷൻ സ്പീച്ചിൽ എന്തോ സംഭവം കണ്ട, അത് റിയൽ ഫാക്റ്റാണ്. നമ്മൾ തുടക്കകാലത്ത് നമ്മളെ സപ്പോർട്ട്, ഇപ്പം ആദ്യകാലത്ത് എനിക്ക് ഒരു ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു. അതിപ്പോൾ വരുന്ന പല ആൾക്കാർക്കും ഉള്ളത് ഇപ്പം അങ്ങനെയാണ്. ഇവർക്ക് നാളെ ഇതൊക്കെ സംഭവിക്കും. കാരണം അവർ വളരാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ വളർച്ച നമ്മൾ അറിയേയില്ല. നമ്മൾ പുതിയതെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞ ഈ അടുത്ത കാലത്താണ് ഞാൻ വളർന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വേറെ. കാരണം ഈ ജലസിൻ്റെ എനിമിറ്റി താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ്. ഇതെങ്ങനെ നമുക്കിതൊന്നും ഇല്ല. കാരണം വേറെ ആൾ പഠിപ്പിക്കും. നമ്മളിപ്പോൾ ഞാൻ ഏത് പുതിയൊരാളുടെ സിനിമ കണ്ടാലും ആ സിനിമയിൽ അയാൾ നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളുടെ നമ്പർ തപ്പിയെടുത്ത് കഴിയുന്ന വിളിച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് അറിയ പോലും ഇല്ല അവരെ. ഞാൻ സിനിമ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. കാരണം അങ്ങനത്തെ ഓരോ കോള് എനിക്ക് ഭയങ്കര എനർജി തന്നിട്ടുള്ളതാണ്. എൻ്റെ സിനിമ കണ്ടിട്ട് വേറൊരാൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സിനിമ കണ്ട് മോശം പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പം ഞാനൊന്നും ഉണ്ടായിരിക്കുമെങ്കിലും അയാൾ പറഞ്ഞാൽ കാര്യം ഉണ്ടാവുമല്ലോ. അത് 2-3 സ്ഥലത്തുനിന്ന് ഒരേ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കെന്തോ ഇത് സംഭവിച്ച മീൻസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളോട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത്. അല്ലാത്ത ആൾക്കാർ സൂചിപ്പിച്ചു കൊടുക്കും, കൊണ്ട് മേളിൽ പോയി വീട്ടെ വിചാരിച്ചിട്ടൊക്കെ ഉള്ളൊരുത്തിൽ.
ഓക്കെ, ഈ നമ്മുടെ പവിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നായികമാരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. എവിടെ നോക്കിയാലും നായികമാരാ. ഞാൻ സിനിമ തുടങ്ങി അപ്പോൾ ഇതായിരിക്കും നായിക, അല്ല അത് കഴിയുമ്പോൾ 5 മിനിറ്റിന് വേറൊരു നായിക. അങ്ങനെ നായികമാരെ കൊണ്ട് ഒരു സംഭവം എന്താ പറയാ, ഒരുപാട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ആദ്യം നമ്മള് പർപ്പസ്ഫുള്ളി ആദ്യം നമ്മൾ വിനീതായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ശരിക്കും 5 നായികമാരെന്ന് പറഞ്ഞാൽ ചിന്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട, നമുക്ക് പുതിയ ആൾക്കാർ മതി, അതായിരിക്കും ഈ സിനിമയ്ക്ക് നല്ലത്. കാരണം പഴയ ആൾക്കാരാകുമ്പോൾ അവരുടെ ഇമേജ്, പിന്നെ അവർ വരുന്ന വർക്കിംഗ് ഡേറ്റ്സുകളുടെ പ്രശ്നം, ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, ഇതിനാണെങ്കിൽ കോമ്പിനേഷൻ വേണം, നമ്മുടെ കൂടെ നിൽക്കണം ഈ സിനിമയുടെ കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതുമല്ല, അവരെക്കുറിച്ച് ആൾക്കാർക്ക് ഒന്നും അറിയയില്ല. അതെ, അതൊരു കറക്റ്റ് കാര്യം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിഫറൻസ് ടു ഈ കണ്ടന്റിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റോറിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇയാളുടെ ജീവിതത്തിൽ വരുന്ന 3-4 പെൺകുട്ടികൾ, ഇയാളുടെ ജീവിതത്തിലുള്ള രാധിക ശരത്കുമാർ, രാധിക ചേച്ചി ചെയ്ത ഒരു ക്യാരക്ടർ, പിന്നെ ഇയാളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ, അയാൾ പോലും അറിയാതെ പോകുന്നു നായികമാര്. അതാണ് മനുഷ്യന്റെ നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ജീവിതത്തിൽ പല സമയത്തും കണ്ടിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു സുദിനത്തിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറായി പോവാന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എത്രയോ ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ വരാത്ത ആൾക്കാരൊക്കെയാണ് ചിലപ്പോൾ 365 ദിവസം കൂടെ ഉണ്ടായിരുന്ന ആൾ, ഇവർ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഒരു പെണ്ണാണലിനൊക്കെ പോയിരിക്കണേ. എന്നിട്ട് അവസാനം ഒന്നും ശരിയാവാതെ ഇവർ ഒരുമിച്ച് കല്യാണം കഴിച്ചു പോകണൊക്കെ അല്ലേ? കാരണം അത് മിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് നമ്മൾ തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാണ്ടൊരു ഇഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് മനോഹരമായിട്ട് ഇതിൽ പ്രണയവും പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ പ്രണയം ഭയങ്കര ഈസി, എല്ലാം മെസ്സേജ്. പക്ഷെ ഇതല്ല, ഇതിൽ വേറൊരു കൗതുകമുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കുണ്ട്, മെസ്സേജിലാണെങ്കിലും ഒരു സംഭവം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും അതിൻ്റെ റിപ്ലൈ. ഈ റിപ്ലൈ ആണ് ഇതിനകത്ത് നമുക്ക് വളരെ പ്രധാനമുള്ളത്. ഒരു സാധനം ഇങ്ങനെ ഇട്ടപ്പോൾ അതറിയാതെ അതിൽ ഒരു മുത്തുമാല കോർക്കുന്ന പോലെ ഇൻസിഡൻസ് വെച്ചിട്ട് തന്നെ കൗതുകമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിളിച്ചു പറഞ്ഞത് പ്രണയം ഭയങ്കരമായിട്ട് വർക്കൗട്ട്, ഭയങ്കര രസമായിരുന്നു. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ചെറുപ്പക്കാർക്ക്, എനിക്ക് മനസ്സിലായില്ല, ചെറുപ്പക്കാർക്ക് എന്താ പ്രണയമില്ലേ? ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രണയം. പിന്നെ പ്രണയത്തിന് പ്രായമില്ല, അത് ഏത് പ്രായത്തിലും നമ്മളെ പിടിക്കുന്ന ഒരു സാധനമാണ് പ്രണയം. നമുക്ക് ഇഷ്ടമാകാവുന്ന ഒന്നിനോട് നമുക്ക് പ്രണയം ഉണ്ടാവും. പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് പ്രണയം നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ മെക്കാനിക്കലാവും. എന്തിനോടെങ്കിലും നമുക്ക് പ്രണയം ഉണ്ടാവും, അത് സത്യമാണ്. അതെ, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് ലൈഫിലൊരു എന്താ പറയുക, എനർജി എന്ന് പറയുന്നത് ലവ് തന്നെയാണ് അല്ലേ? എന്തിനോടെങ്കിലും നമുക്ക് പ്രണയം ഉണ്ടാവണം. അതൊരു സ്ത്രീയോടാവാം, പ്രകൃതിയോടാവാം, ചിത്രങ്ങളോടാവാം, പാട്ടിനോടാവാം, എന്ത് വേണേലാവാം. പക്ഷേ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാവുന്ന ഒരു പ്രണയത്തിന് വേറൊരു പവർ തന്നെയാണ് ഒരാണും പെണ്ണും എന്ന് പറയുന്നത് അല്ലേ? പെണ്ണിന് ആണിനോടാവാം, ആണിന് പെണ്ണിനോടാവാം. അത് വേറൊരു ദിലീപേട്ടനോട് സിനിമയോട് എത്രത്തോളം പ്രണയമുണ്ട്? എൻ്റെ 100% ഐ മീൻ ലവ്. ഓൾവേസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും സിനിമയാണ് എനിക്കല്ല. സിനിമയ്ക്ക് അപ്പുറം ഒരു ലോകം എനിക്ക് അറിയില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ടെക്നീഷ്യൻ ആയിരുന്നു എന്നുകൊണ്ടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അത് വർക്കൗട്ടായാൽ എന്തായാലും എൻ്റർടൈൻമെൻറ്റ് സിനിമ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ വലിയ വലിയ ക്യാൻവാസിൽ, കാരണം 2020 ഒക്കെ സംഭവിപ്പിച്ചെടുത്ത ആളാണ് അദ്ദേഹത്തിന്. വലിയ ക്യാൻവാസിലെ സിനിമയായിരിക്കും അത് എന്തായാലും. ഈ വർഷം വരുന്ന അയ്യോ അങ്ങനെയൊന്നുമില്ല, സംഭവിക്കട്ടെ. ഒരുപാട് സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്, അതൊക്കെ നടക്കണതിൻ്റെ കൂട്ടത്തിൽ എന്നുള്ളതുള്ളൂ. രണ്ട് കാര്യങ്ങളൂടി അതിന് ചോദിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ലൈക്ക് ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫബി ഐ ആം കെയർ ടേക്കർ, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വാക്യത്തോട് നമുക്ക് അടുത്ത് നിൽക്കുന്ന കുറേ സീനുകളുണ്ട് മലയാള സിനിമയിൽ ചെയ്തൊരു സാധനം. ഒന്ന് പാണ്ടിപ്പടയിലെ ആ അച്ചാർ കോരിത്തിരുന്നൊരു സീനുണ്ട്. അത് ശരിക്കും അത് എങ്ങനെയാ, അതിന്റെ ആ ഒരു സീനിന്റെ ഓർമ്മയുണ്ടോ? അന്നാ സിനിമ സ്ഥലത്ത് മുളക് ഇതാക്കണൊക്കെ അല്ലേ? അത് തന്നെ, ആ മുത്തശ്ശി മുളക് തിന്നുകയും ചെയ്തില്ല ആ സമയത്ത് കുറെ. ശരിക്കും ഓർത്തില്ലായിരുന്നു. പിന്നെ
അതൊക്കെ എടുത്ത് റിയലായിട്ട് എടുത്ത് കഴിച്ചല്ലോ അതൊക്കെ. ഓക്കെ. അല്ലാണ്ട് വേറെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യൊക്കെ ചെയ്യാന്ന് വിചാരിക്കുക. പക്ഷെ ഇത് റിയലായിട്ട് തന്നെ എടുത്ത് കഴിക്കല്ലേ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പറക്കും തളികയിലെ സീൻ, അതിൽ ആ ഒരു ഫ്ലെക്സിബിൾ ആക്ടിങ്ങിൻ്റെ ഒരു സാധനം, അതും ശരിക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു അനിമേഷൻ ഇല്ലാതെ പക്ക ചെയ്തതാണ് സാധനം. അതൊരു എത്ര ദിവസമൊക്കെ എടുത്ത് ചെയ്തതായിരുന്നത്? അത് ശരിക്കും പറഞ്ഞ് ഈ പറയുന്ന പോലെ അത്രയും ദിവസം തന്നെ എടുത്തിട്ട് 3-5 ദിവസം എടുത്തിട്ടുണ്ട്. കാരണം അത് ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാല കുറുക്കുക എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ എടുത്തെടുത്ത് ഇപ്പം ഇങ്ങനെ എടുക്കല്ലേ എന്ന് പറയുന്ന അങ്ങനെ 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 എടുത്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സാധനമായിരുന്നു അത്. ഓക്കെ. ഈ ഇനി വരാൻ ഏതെങ്കിലും സിനിമകളുണ്ടോ ഈ പഴയ ഓർമ്മയിലുള്ള ഈ പറഞ്ഞ പോലെ CID മൂസ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ്, ദിലീപേട്ടന് തിരിച്ചു കൊണ്ടുവരണമെന്ന്? അല്ല, CID മൂസയിൽ ആ മൂസയ്ക്ക് ആ ഒരു ലൈസൻസ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏത് സിനിമ എങ്ങോട്ട് മാറിയാലും ആ സിനിമ മറ്റേ സിനിമയേക്കാൾ കൂടുതൽ ടെക്നിക്കലി ആ ഒരു രീതിയിലും ടെക്നോളജി വൈസ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ട് CID മൂസ. അതെ. അപ്പോൾ ആ ഒരു ചലഞ്ചാണ് ആ സിനിമ ആ കഥയ്ക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കറിയാം. ഈ പ്രൊഫസർ ഡിങ്കനും അതുപോലെ തന്നെ സിനിമകൾ ഇനി പറക്കും പപ്പനും ഒക്കെ വരാനുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതും ഉടനെ പ്രതീക്ഷ. അല്ല, അതൊക്കെ റിയൽ ആയിട്ട് പറയണമെങ്കിൽ അതൊക്കെ സിനിമാറ്റിക് രീതി തന്നെ അതിനെ കാണാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അതോ സിനിമകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഭയങ്കര റിയലിസ്റ്റിക് രീതിയിൽ ചിന്തിക്കാൻ പറഞ്ഞാൽ പറക്കും പപ്പൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ CID മൂസ പോലും ചെയ്യാൻ പറ്റില്ല. അതെ. കാരണം അത് നമ്മുടെ ക്യാപ്ഷൻ ആണ് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. നമ്മൾ ഇത് എവിടെ സംഭവിക്കുന്നത്, അത് സംഭവിക്കില്ല. സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലതിന് നമ്മൾ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഫിക്ഷൻ അല്ല, ശരിക്കും വേറൊരു രീതിയല്ല, വേറൊരു ലോകമാണ്. ഇപ്പം നമ്മൾ അല്ലാത്ത രീതികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോർമൽ ക്യാമറ വെച്ചിട്ട് സുഖമായിട്ട് എടുക്കാം. പക്ഷെ അത് നമ്മളിങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്. പക്ഷെ കുറച്ചും കൂടി ഇതാവുമ്പോൾ അതിനൊരു പൊടിക്ക് ഡോസ് കയറി നിൽക്കും. സിനിമയെ കാണുക അങ്ങനെ പാടുള്ളൂ. അതിൽ കൂടുതൽ ഇതെവിടെ നടക്കുന്നു ചോദിക്കരുത്. നമ്മൾ എൻജോയ് ചെയ്യാൻ നമ്മൾക്ക് ശരിക്കും പറഞ്ഞൊരു ഗംഭീര എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ് അല്ലേ. ഒരു വേർഷൻ എല്ലാം ചേരുവകളും ചേർന്ന് വരുന്ന സംഗീതവും എല്ലാം വിഷ്വലും എല്ലാം വരുന്ന ഒരു മാധ്യമമാണത്. അപ്പം അതിനെ ആ രീതിക്ക് വിടുക, അതിനെ ഒരുപാട് കീറി മുറിക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ മാറുന്നുണ്ട്, ആ മാറ്റം നമ്മൾ അറിയുന്നില്ലേ എന്ന് കുറിച്ച്. മാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്താ കോമഡി എന്ന് വെച്ചാൽ ഭയങ്കര റിയലിസ്റ്റിക്കായ ഒരു സാധനത്തിൽ ഞാൻ പോകുമ്പോൾ അതൊക്കെ ചെയ്യുന്ന ഇവിടെ വേറെ ആൾക്കാരുണ്ട് നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേറെ വേഷണം. ഞാൻ സത്യത്തിൽ ചില സമയത്തായിരിക്കും എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഇനി നമുക്ക് എങ്ങനെയൊക്കെ പല ചിന്തകളും സംഭവിക്കും. അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കാറുണ്ട് ദിലീപേട്ടൻ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്ഡേറ്റ് ആവണേക്കാൾ കൂടുതൽ എന്നെ വെച്ച് സിനിമയിൽ നിന്ന് ആൾക്കാർ കൂടുതൽ അപ്ഡേറ്റ് ആവണം ഞാൻ അവരോട് പറയാം. കാരണം അവരെനിക്ക് പറഞ്ഞു തന്നെയാണ്. ഞാനൊരു ശിഷ്യനെ പോലെ അവിടെ പോയി നിൽക്കണം ഏതൊരു സ്ഥലത്തും. അതായത് എന്നെക്കാൾ യങ്ങറായിട്ടുള്ള ഏതൊരു ഡയറക്ടറാണെങ്കിലും ഞാൻ അയാളുടെ കമാൻഡ്സിനെ ഒബേ ചെയ്യണം. ഡയറക്ടറാണ്. ഞാൻ അയാൾ ഡയറക്ടറാണ്. എന്നെ സംബന്ധിച്ച് അയാൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ഞാൻ റിപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ന് വെച്ച് ഏതൊക്കെ രീതി എങ്ങനെ വേണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നെക്കുറിച്ചൊരു വിഷനുള്ള ഒരാളുടെ കൂടെ പോകുന്നതാണ് എനിക്ക് സേഫ്റ്റി. ഓക്കെ, അങ്ങനെ ഒരു സേഫ്റ്റിയിൽ സംഭവിച്ചൊരു സിനിമയാണ് പവി. തീർച്ചയായിട്ടും വിനീതിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്. വിനീത് ഒരു ആക്ടറാണ്, പുതിയ ആൾക്കാർ തലമുറയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്ത ഒരാളാണ്. എനിക്ക് എങ്ങനെ വേണം, അതുകൊണ്ട് നമ്മൾ കൂടുതൽ എനിക്ക് ആസ് ആൻ ആക്ടർ ഇഷ്ടമുള്ള ഒരാളാണ്. ഡാൻസർ എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടമുള്ള, എനിക്ക് റെസ്പെക്റ്റും ലവും ഉള്ള ഒരാളാണ്. നമുക്ക് പേഴ്സണലി അങ്ങനെ ഒരു ആസ് എ ബ്രദർ എന്നുള്ള രീതിയിൽ. കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ഡാൻസ് പഠിപ്പിക്കാനും എനിക്ക് എൻ്റെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും ഒക്കെ എഫേർട്ട് എടുത്തുള്ള, പണ്ട് സലാം ഹബീബി എന്ന് പറഞ്ഞ ഷോയുടെ സമയത്ത് എന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വിനീതാണ്. മറ്റേ വിനീതുണ്ട് കൂടെ, രണ്ടുപേരും കൂടി അപ്പുറപ്പുറം നിന്നിട്ട് ഈ ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിൻ്റെ കേട്ടാ എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ പറഞ്ഞിട്ട് ഉള്ള രീതിയില്ലേ. അപ്പോൾ പക്ഷെ അവർ വളരെ ക്ഷമയോടുകൂടി നമ്മളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിനീത് ഭാവിയുടെ ഫീച്ചർ ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ച് തീരില്ല അതിന് വേണ്ട. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ടും നമുക്ക് ഇനിയും കാര്യങ്ങളുള്ളതുകൊണ്ടും എന്തായാലും സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി കണ്ട പടമാണ്. അല്ല, ഞാൻ
ഇഷ്ടപ്പെടുമെന്നൊന്നും അല്ല പറയുന്നത്, തീർച്ചയായും ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഫാമിലിയുമായി പോകാൻ പറ്റുന്ന നല്ലൊരു സിനിമ, അത് എൻ്റെ പേഴ്സണൽ ഗ്യാരണ്ടി. അപ്പോൾ ദയവ് ചെയ്ത് സിനിമ തിയേറ്ററിൽ നിന്ന് നമുക്ക് വരുന്ന റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. 100% എൻ്റർടൈനർ. കുട്ടികൾ ഒരുപാട് ചിരിച്ചു, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ആഗ്രഹിച്ച ദിലീപേട്ടനെ കണ്ടു. അതാണ് അതാണല്ലോ സത്യം, അതാണ് എൻ്റെ പേഴ്സണൽ ഇമോഷൻ കണക്ഷൻ എന്ന് പറഞ്ഞത്. ഞാൻ കണ്ടു വളർന്ന, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ദിലീപേട്ടനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ കിങ് ലെയർ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു സരസതോടുകൂടി, പക്ഷെ അതിനകത്ത് വേറൊരു ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോടതി സമക്ഷം ബാലമക്കീലിലെ ആ ക്യാരക്ടർ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ കേശു, പിന്നെ വോയിസ് സത്യനാഥൻ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പവിത്രനെ തോന്നി. ഒരു സിഗ്നേച്ചർ തന്നെയാണ് ദിലീപേട്ടൻ്റെ ഒരു ക്യാരക്ടർ. എനിക്ക് എടുത്തു വെക്കാവുന്ന, ഇപ്പം മൈ ബോസ്, 2 കൺട്രീസ് ഒക്കെ പറയുന്ന പോലെ തന്നെ എനിക്ക് എടുത്തു വെക്കാവുന്ന ഒരു കഥാപാത്രമാണ് പവി. അത് ഇപ്പൊ എല്ലാ മലയാളികളും സ്വീകരിക്കട്ടെ. ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. 100%. ഞാൻ അവിടെ പോകാൻ സന്തോഷം. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത സിനിമയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 100ാമത്തെ ദിവസമൊക്കെ ഇനി നമുക്ക് കാണാം. നാക്കുപൊന്നാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.